രാവിലത്തെ തിരക്കുകളിൽ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കേണ്ട. 0 കൊളസ്ട്രോളിൽ 100% ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന 2 തരം ഓവർനൈറ്റ് വേഗൻ ഓട്സ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. തടിയും ചാടിയ വയറും ഒരുപോലെ കുറയ്ക്കാൻ ഇതിലും ബെസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ വേറെയില്ല. എന്താ, 1/2 കപ്പാണ് ഒരു ബൗളിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഒരു റോബസ്റ്റ പഴമാണ് വേണ്ടത്. ഇത് നമ്മൾക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വണ്ണം വെക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇതിന് പകരം നമ്മളുടെ ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ഫോർക്ക് വെച്ച് ഇതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓട്സ് ചേർക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. പാലുൽപ്പന്നങ്ങൾ അലർജി ഉള്ളവർക്കും നല്ല കൊളസ്ട്രോൾ കൂട്ടാനുമായിട്ട് ഇവിടെ ബദാം മിൽക്കാണ് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 10 ബദാം വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. 3-4 കപ്പലണ്ടിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/2 മുതൽ 3/4 കപ്പ് വെള്ളം വരെ ഒഴിക്കാം. നമ്മൾക്കിതാ ഇതുപോലെ അരച്ചെടുത്താൽ നല്ല തിക്കായിട്ടുള്ള ബദാം മിൽക്ക് കിട്ടും. ഇതാണ് നമ്മളുടെ ഒരു റെസിപ്പി ഐറ്റംസിൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയൊരു മധുരത്തിനായിട്ട് ഞാൻ 1 സ്പൂൺ ഹണി ചേർക്കുന്നുണ്ട്. ഷുഗർ ഉള്ളവരാണ് ഇത് കഴിക്കുന്നതെങ്കിൽ ഈ ഹണി ഒഴിവാക്കാവുന്നതാണ്. നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അടച്ചു വെച്ച് ഒന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഹണി തികച്ചും ഓപ്ഷണലാണ്. മധുരം ഒട്ടും വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നതുമാണ്. രാവിലെ നമ്മളിത് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ ഓട്സൊക്കെ നന്നായിട്ട് സോക്കായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നൈറ്റിൽ ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ വളരെ പെട്ടെന്ന് നമ്മൾക്കിതെടുത്ത് കഴിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് പംകിൻ സീഡും സൺഫ്ലവർ സീഡ്സും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ല ക്രഞ്ചിനെസ് കിട്ടും കേട്ടോ ഇങ്ങനെയൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ. ഫ്രഷ് ഫ്രൂട്ട്സ് ഒന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി. ഇതിൽ നമ്മൾ 1/2 കപ്പ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ വീതം ചിയാ സീഡും ഫ്ലാക്സ് സീഡും ചേർക്കുന്നുണ്ട്. മധുരത്തിനായിട്ട് ഇതിലേക്ക് ഞാൻ ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. 3 എണ്ണം എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ വീതം സൺഫ്ലവർ സീഡ്സും പംകിൻ സീഡ്സും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പാല് ചേർക്കുന്നത് നമ്മളുടെ കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. ഞാൻ 1/2 കപ്പ് കോക്കനട്ട് 3/4 കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ബദാം മിൽക്ക് അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മളുടെ ഓട്സിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്നുള്ള ബദാം മിൽക്കും കോക്കനട്ട് മിൽക്കും ചേർക്കുന്നത് കൊണ്ട് ഇത് 100% കൊളസ്ട്രോൾ ഫ്രീ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നല്ല കൊഴുപ്പായ HDLനെ കൂട്ടാനും ഇത് സഹായിക്കുന്നു. നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾക്കിതാ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. രാവിലെ നമ്മൾക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ക്രീമി ആയിട്ട് നല്ലതുപോലെ സോക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ആപ്പിൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മാംഗോ സീസൺ അല്ലേ, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത കുറച്ച് മാങ്ങായും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് പുറത്തോട്ട് കുറച്ച് പംകിൻ സീഡ്സും കൂടെ ചേർക്കുന്നുണ്ട്. രാത്രി ഇത് തയ്യാറാക്കി വെച്ചാൽ വളരെ ഈസി ആയിട്ട് രാവിലെ നമ്മൾക്ക് വേഗം കഴിച്ചിട്ട് പോകാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.